ജോയിച്ചേട്ടനെ എവിടെ പോയാലും എല്ലാരും ചോദിക്കുന്നത് റെട്രോനെ കുറിച്ചിട്ടാണ്. എന്റെ ഒരു ഗ്ലിംസ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. എന്താണ് പറയാനുള്ളത് അതിനെ കുറിച്ചിട്ട്? എന്തെങ്കിലൊക്കെ ഒന്ന് പറയാം. സുരാജിന്റെ കൂടെ രണ്ടാമത്തെ പടത്തിലാണ്. മെയ് 1 റിലീസ്. വലിയ സിനിമ, അടിപൊളിയായിരിക്കും. എൻ്റെ ഡബിങ് എല്ലാം കഴിഞ്ഞു. സൂര്യയുടെ കംബാക്ക് ഇതിലേക്കുള്ള എൻ്റെ കയ്യിലല്ല അത്. അതല്ല, ആ സിനിമ പറയാൻ പാടില്ല. അവരുടെ തെക്കിലുകളിൽ തന്നെ ഒന്നും പറയരുതെന്ന് ഇവരുടെയൊക്കെ ഈ വലിയ സിനിമകളിലൊക്കെ എഴുതി ഒപ്പിടിയില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒന്നും പറയരുത്. കാരണം അവർ ഒഫീഷ്യലായിട്ട് അവരുടെ പേജിലൂടെ പറയാൻ പാടുള്ളൂ എന്നുള്ളത് വെറുതെ ഞാൻ ഇതിനാണ് ഈ 1 റിലീസ് നമ്മൾ പറഞ്ഞു. അതാണ്. പക്ഷെ ആ സിനിമയെ കുറിച്ചിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഹാപ്പി ആക്കുന്ന സിനിമയായിരിക്കും അത്. കാർത്തിക് സുബ്രാജിന്റെ സിനിമ സൂര്യ സാറിന് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും. നല്ല പടമായിരിക്കും. എല്ലാം കഴിഞ്ഞു. ജൂൺ 5 റിലീസ്. അത് തന്നെ പക്ഷേ മണിസാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാവരും ഒരു ഡ്രീം ആണല്ലോ. അപ്പം അതിലേക്ക് കാസ്റ്റ് ചെയ്തത് ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ഇതിന്റെ ഭാഗ്യല്ലേ, ഒന്നും ആലോചിച്ചു. അതൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യം. അവരുടെ കൂടെയൊക്കെ ഇരിക്കാൻ പറ്റിയതും വർക്ക് ചെയ്യാൻ പറ്റിയതും. കമൽ സാറിനോടൊപ്പം ഉള്ള കോമ്പിനേഷൻ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? സീൻ പറയണം. അല്ലാതെ അല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള സൗഹൃദമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയതും സംസാരിക്കാൻ പറ്റിയതും ഇടപെടാൻ പറ്റിയതും അഭിനയിക്കാൻ പറ്റിയതൊക്കെ വലിയ കാര്യങ്ങളാണ്. അത് സിനിമ റിലീസ് ചെയ്തിട്ടൊക്കെ പറയാം. ചോദിച്ചേട്ടാ, അതേപോലെ ഇപ്പം പണി OTT-ൽ റിലീസായി, ഗംഭീര അഭിപ്രായം എല്ലാവരും പറഞ്ഞു. എനിക്ക് എന്നുവെച്ചാൽ ഞാൻ ഇരിക്കുന്നത് എൻ്റെ മക്കളുടെ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമയെ കുറിച്ച് തന്നെ സംസാരിക്കും. കാരണം അല്ലെങ്കിൽ ഞാൻ ഇവരെല്ലാവരും അതിനു വേണ്ടി വന്നതുകൊണ്ട് നമുക്ക് പണി അല്ല, ഇപ്പം സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അതായത് പണി ഇറങ്ങിയപ്പോൾ ഒരു നിരൂപകൻ ഈ പറയുന്ന പോലെ അതിലൊരു പർട്ടിക്കുലർ സീനിനെ മാത്രം എടുത്തു വെച്ച് തുടക്കത്തിലൂടെ പ്രൊഡ്യൂസർമാരെ ഒരുപാട് നല്ല സിനിമകളെ സമ്മാനത്തിനൊക്കെ പ്രതിസന്ധികൾ നേരിട്ട ഒരുപാട് നല്ല സിനിമകളെ ലിസ്റ്റ് ചെയ്ത ഒരു പ്രൊഡ്യൂസറാണല്ലോ. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പം ആദ്യം ആ സമയത്തുള്ള പ്രൊഡ്യൂസർ ആദ്യം ഇങ്ങനെ പറഞ്ഞു കേട്ടു, പിന്നീട് ജോബിച്ചാനിലേക്ക് എത്തിയതാണ്. ഒരുപാട് നല്ല കണ്ടന്റുകളെ തോളിലേറ്റിയ ഒരു പ്രൊഡ്യൂസറാണ് ജോബിച്ചാൻ. അപ്പോൾ ആ പ്രൊഡ്യൂസറിനെ കുറിച്ച് ഉള്ള ഗുഡ് വില്ലിന്റെ അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്, അദ്ദേഹത്തെ കുറിച്ച്